പണത്തിന് വേണ്ടിയിട്ട് ഉമ്മാനെ മക്കളെ കൂടെ നിർത്തി ഉമ്മാനെ തെറി പറയുന്നു മക്കളുടെ മുമ്പിൽ വെച്ചിട്ട്. പെറ്റ ഉമ്മാനെ ഇതൊക്കെ എല്ലാവരും സഹിക്കുമായിരിക്കും. പെറ്റ ഉമ്മ ആയതുകൊണ്ട് ഉമ്മ ചിലപ്പോൾ സഹിച്ചെന്ന് വരും. നിയമം കയ്യിലെടുത്താൽ അതിനുള്ള വിവരം നീ അറിയും. അതാണിപ്പോൾ നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. എല്ലാ പെട്ടിയും കൊടുക്കുകയൊക്കെ കൂടി എടുത്തിട്ട് പോകാൻ ഒരുങ്ങി വണ്ടിയിൽ സാധനം കയറ്റിക്കൊണ്ട് വരുമ്പോഴാണ് ഫോറസ്റ്റുകാർ വന്നിട്ട് വിളിക്കുന്നത്, വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഉമ്മാക്ക് കൊടുത്ത പൈസ മുതലാക്കാൻ വേണ്ടി മകൾ ചെയ്ത ഒരു കടുംകൈയാണ് ചന്ദനം വെട്ട്. ഇവളുടെ പുറകിൽ ആരാണ് എന്നറിയില്ല. ചന്ദനമരം വെട്ടി മുറിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ്. ഇത് കടത്തിക്കൊണ്ട് പോകാൻ വെട്ടിയതാണോ അതോ ഉമ്മാനെ തോൽപ്പിക്കാൻ വെട്ടിയതാണോ? ചന്ദനമൊക്കെ ഇപ്പം എവിടെ എത്തി? ചന്ദനമരം മൂടോടെ മുറിച്ച് കഷ്ണങ്ങളാക്കി അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഫോറസ്റ്റ് തൊണ്ടി സഹിതം പിടിച്ചില്ലേ? നമ്മുടെ പറമ്പിൽ ഒരു ചന്ദനമരം വെച്ചിട്ട്, അല്ലെങ്കിൽ ചന്ദനമരം മുളച്ച് വന്നതോ വെച്ചതോ എങ്ങനെ വന്നതായാലും ശരി, ചന്ദനമരം നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. വാങ്ങുന്നവനും വിറ്റവരും ഉടമയാണെന്ന് പറഞ്ഞ് നമ്മളെ പറമ്പിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവകാശപ്പെട്ടത് അല്ല. കൂലിയെല്ലാം കൊടുത്ത് ചന്ദനമരം മുറിപ്പിച്ചിപ്പം സമാധാനമായില്ലേ? ഫോറസ്റ്റുകാർക്ക് എടുത്തോണ്ട് പോകാൻ സൗകര്യമായി. അവർക്കിനി വണ്ടി കയറ്റി കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ. നീ ഏതായാലും കട്ടിലും കിടക്കയും പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പുറപ്പെട്ട് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പോവാൻ. അപ്പം തന്നെ ആ അവസാന സമയത്ത് ഫോറസ്റ്റ് എത്തിയില്ലേ? ഈ യൂട്യൂബിൽ ഇരുന്നിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഓരോ വീഡിയോ ചെയ്തിട്ടിട്ട് വരുമാനം കിട്ടുന്നത് പോലെ അല്ല പറമ്പിൽ കിടക്കുന്ന ചന്ദനമരം മുറിച്ച് എടുത്തോണ്ട് പോകുന്ന എളുപ്പമല്ല എന്ന് മനസ്സിലായല്ലോ. പിന്നെ ഉമ്മാനെ തെറി പറയുന്നത് പോലെ അല്ലല്ലോ. എന്ത് ഫോറസ്റ്റുകാരെ തെറി പറഞ്ഞ് വീഡിയോ എടുത്തിടാത്തത്? നമുക്കൊരു വീഡിയോ എടുത്തിടായിരുന്നല്ലോ. എന്നാ ഒരുപാട് റീച്ച് കിട്ടുമായിരുന്നു. ചന്ദനം കടത്താൻ പോയിരിക്കണു. അറിവില്ലായ്മയായിരിക്കാം. 5 മക്കളെ പോറ്റാൻ നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ മക്കളെ വളർത്തുക, നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല നിലയിൽ എത്തിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ സ്വത്താണ് നമ്മുടെ മക്കൾ. അല്ലാണ്ട് നമുക്കാർക്കും അവകാശപ്പെട്ടതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. നിന്റെ മക്കളായാലും എൻ്റെ മക്കളായാലും നിനക്കോ എനിക്കോ സ്വന്തമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. യൂട്യൂബിൽ ഉമ്മാനെയും അടുത്തുള്ള വീട്ടുകാരെയും യൂട്യൂബേഴ്സിനെയും ഒക്കെ ചീത്ത വിളിക്കുന്നത് പോലെ എത്ര എളുപ്പമല്ല ചന്ദനം മുറിച്ച് കടത്താൻ എന്ന് സാജിദയ്ക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അതെ, ഫോറസ്റ്റുകാർ കയ്യോടെ പിടിച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ഷാജിദ വീട്ടു സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാർ വന്നു. ഫോറസ്റ്റുകാർ വന്നിട്ട് അത് കേസാക്കിയിട്ടുണ്ട്. പിന്നെ ആ മക്കളെ കണ്ടിട്ട് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല എന്നാണ്. ഈ 5 മക്കളെ നീ വളർത്തി വലുതാക്ക്. ഒരു കുഞ്ഞില്ലാതെ ഓരോരുത്തരും വളരെയേറെ ദുഃഖിതരായി കഴിയുമ്പോൾ നിനക്ക് ദൈവം 5 കുഞ്ഞുങ്ങളെ തന്നു. ഈ 5 കുഞ്ഞുങ്ങളെ നീ നല്ല രീതിയിൽ വളർത്തി വലുതാക്ക് ഷാജിദ. അത് നിനക്ക് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാകണമെങ്കിൽ നീ നല്ല സ്വഭാവത്തിൽ നീ നിൽക്ക്. അച്ചടക്കത്തോടു കൂടി നീ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നുണ്ടെങ്കിൽ നീ ഇപ്പം നിന്റെ ഉമ്മാനോട് കാണിക്കുന്നത് നിനക്ക് തിരിച്ചടിക്കും. ഈ 5 മക്കളിൽ നിന്നും തിരിച്ചു കിട്ടും. ഈ 5 മക്കളിൽ നിന്നും നിനക്ക് നീ എൻ്റെ ഉമ്മാനെയും അനിയത്തിയെയും അടുത്ത വീട്ടുകാരെയും എല്ലാവരെയും പറയുന്നതിൻ്റെ പുറമെ യൂട്യൂബേഴ്സിനെയും പറയുന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പെറ്റുമ്മയുടെയും വെറുപ്പ് സമ്പാദിക്കുക എന്നല്ലാണ്ട് അതിനെല്ലാം കൂടി കിട്ടിയിരിക്കുന്ന ഒരു ശിക്ഷയാണ് ഇന്നലെ നീ പോകാൻ നേരം. നീ നാട് വിടാൻ പോകുകയായിരുന്നു. പോകുമ്പോൾ മക്കളെയെല്ലാം കൊണ്ട് യാത്ര പോകാൻ പറ്റുമ്പോൾ കുട്ടികളെയൊക്കെ കൂടെ ചേർത്ത് പിടിച്ച് യാത്ര പോയി അവരോടൊപ്പം പല സ്ഥലങ്ങളും കണ്ട് നീ അവിടത്തേക്ക് വീഡിയോ എടുത്തോണ്ട് വന്നിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേ. ഷാജിദ ഷാജി ചന്ദനമരം മുറിച്ചു കടത്തി.
രാത്രിക്ക് രാത്രി ചന്ദനമരവുമായി ഷാജിദ ഷാജി ഒരു വണ്ടിയിൽ വീട്ടുസാധനങ്ങളും ചന്ദനങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വീട്ടിൽ നിന്നും വണ്ടി പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഫോറസ്റ്റുകാർ വരികയും ഈ ചന്ദനമരം വണ്ടി തടഞ്ഞു നിർത്തുകയും ഷാജിദ ഷാജിയുടെ പേരിൽ കേസെടുക്കുകയുമാണ് ഉണ്ടായത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം.